ലോസ് ആഞ്ചലസിൽ പടർന്ന സാധാരണമെന്ന് കരുതിയ ഒരു കാട്ടുതീ ഇപ്പോൾ അമേരിക്കയിലെ ജനജീവിതം ഒന്നാകെ താളം തിരിച്ചിരിക്കുന്നു. ലോസ് ആഞ്ചലസിന്റെ തെരുവുകൾ നിറയെ ഇപ്പോൾ തീജ്വാലകൾ വിഴുങ്ങിയ വീടുകളുടെയും മറ്റു കെട്ടിടങ്ങളുടെയും അവശിഷ്ടങ്ങളാണ്. ഇതിനോടകം അഗ്നി കവർന്നെടുത്തത് 24-ലേറെ മനുഷ്യജീവനുകൾ, ഇതുവരെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതിലും അധികം മൃഗങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ. അക്ഷരാർത്ഥത്തിൽ ലോസ് ആഞ്ചലസിനെ കാട്ടുതീ വിഴുങ്ങുകയായിരുന്നു എന്ന് തന്നെ പറയാം. സാധാരണക്കാർ മുതൽ ഹോളിവുഡ് സെലിബ്രിറ്റികൾ അടക്കമുള്ള നിരവധി പേരുടെ ആയുഷ്കാല സമ്പാദ്യമാണ് ലോസ് ആഞ്ചലസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിനാശകരമായ കാട്ടുതീയിൽ വെന്തുവെണ്ണീറായത്. അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ ലോസ് ആഞ്ചലസിൽ എങ്ങനെയാണ് ഇത്രയും വലിയ തീപിടുത്തം ഉണ്ടാകുന്നത്? എന്താണ് ഇതിനു പിന്നിലെ കാരണം? എങ്ങനെയാണ് ഇതിനെ നിയന്ത്രണ വിധേയമാക്കുന്നത്? ജനുവരി 7-ന് ലോസ് ആഞ്ചലസിലെ പസഫിക് പാലിസേഡിലാണ് ആദ്യമായി കാട്ടുതീ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് ലോസ് ആഞ്ചലസിന്റെ പല ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിച്ചു. കാലിഫോർണിയയെ സംബന്ധിച്ച് കാട്ടുതീ പുതുമയുള്ള കാര്യമൊന്നുമല്ല. ലോസ് ആഞ്ചലസിലും പരിസര പ്രദേശത്തും ഒക്കെയായി ഇതിനു മുമ്പും പല തവണ കാട്ടുതീ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. എന്നാൽ പതിവിന് വിപരീതമായി ഇത്തവണ പസഫിക് പാലിസേഡിൽ ആരംഭിച്ച കാട്ടുതീ അങ്ങനെ പാലിസേഡിൽ മാത്രം ഒതുങ്ങിയില്ല. ഈറ്റണിലേക്കും ലോസ് ആഞ്ചലസിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും തീ ആളിപ്പടർന്നു. 30,000 ആളുകൾ കാലിഫോർണിയ തന്നെ വിട്ടുപോയി. 10,000-ലധികം വീടുകൾ കത്തിനശിച്ചു. ലോസ് ആഞ്ചലസിനെ മുഴുവൻ പരിഭ്രാന്തിയിലാക്കിയ ഈ തീപിടുത്തത്തിൽ പ്രധാനമായും വില്ലനായത് കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ്. വളരെ കുറച്ചു മാത്രം മഴ ലഭിച്ചിരുന്ന ഈ പ്രദേശം പൊതുവിൽ വരൾച്ചയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഒക്ടോബർ മുതൽ തെക്കൻ കാലിഫോർണിയയിൽ ലഭിച്ചത് ശരാശരി ലഭിക്കുന്ന മഴയുടെ 10% താഴെ മാത്രമാണ്. താപനില ഉയർന്നതോടെ സ്വാഭാവികമായും മരങ്ങളും ചെടികളുമെല്ലാം ഉണങ്ങിത്തുടങ്ങി. ഇത്രയും വരണ്ട പ്രദേശത്ത് ചെറിയൊരു തീപ്പൊരി ഉണ്ടായാൽ തന്നെ ആളിക്കത്താൻ തുടങ്ങും. ലോസ് ആഞ്ചലസിലെ കാട്ടുതീയുടെ തുടക്കവും ഇങ്ങനെയായിരുന്നു. സാന്റ ആന എന്ന അപകടകാരിയായ ശീതക്കാറ്റിന്റെ സാന്നിധ്യം കൂടിയായതോടെ കാട്ടുതീയുടെ തീവ്രത വർദ്ധിച്ചു. ഡെവിൽ വിൻസ് എന്നറിയപ്പെടുന്ന സാന്റ ആന ലോസ് ആഞ്ചലസിന് ദുരന്ത ഭൂമിയാക്കുന്നതിൽ വഹിച്ച പങ്ക് ചെറുതല്ല. ഈ കാട്ടുതീയുടെ ഉത്ഭവം എവിടെ നിന്നാണെന്നത് ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. ഇടിമിന്നലും മാൻമെയ്ഡ് ഫയേഴ്സും അടക്കമുള്ള പല സാധ്യതകളും ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊന്ന് കാലിഫോർണിയ പ്രദേശത്ത് ഇലക്ട്രിക് വയറുകളിൽ നിന്നുണ്ടായേക്കാവുന്ന തീപ്പൊരികളാണ്. എന്നാൽ യഥാർത്ഥ കാരണങ്ങൾ ഇതൊക്കെയാണോ എന്ന് ഇതുവരെ ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല. കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറായി കൂടുതൽ വണ്ടികളും അഗ്നിശമന സേനാംഗങ്ങളും സജ്ജമാണ്. തീ അണക്കാൻ ആകാശത്ത് നിന്ന് പിങ്ക് നിറത്തിലുള്ള ഒരു പൊടി വിതറിയിരുന്നു. ഒരു പരിധിവരെ ഇത് സഹായമാകുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് പിങ്ക് നിറത്തിലുള്ള ഈ പൗഡർ? കാട്ടുതീയെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഫോസ്റ്റിക് എന്ന പ്രത്യേകതരം രാസപദാർത്ഥമാണിത്. 1960 മുതൽ അമേരിക്കൻ കമ്പനിയായ പെരിമീറ്റർ സൊല്യൂഷൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫോസ്റ്റിക് പ്രധാന അഗ്നി പ്രതിരോധ വസ്തു എന്ന രീതിയിൽ ലോകത്താകമാനം ഏറെ പ്രശസ്തമാണ്. ഇതിന്റെ പിങ്ക് നിറം തീ പടർന്നു പിടിക്കുന്നത് ഒരു പരിധിവരെ തടയുമെന്ന് മാത്രമല്ല, ഫയർ ആൻഡ് സേഫ്റ്റി സംഘത്തിനെ അപകട സ്ഥലം പെട്ടെന്ന് തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിന്റെ വ്യാപകമായിട്ടുള്ള ഉപയോഗം പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതാണ് മറ്റൊരു ദൂഷ്യവശം. ഈ ദുരന്തത്തിനിടയിലും കാട്ടുതീ മുതലെടുത്ത് മോഷണം നടത്തുന്നവരും കുറവല്ല. ദുരന്തത്തിനിടെയുണ്ടായ കവർച്ചാ ശ്രമത്തിൽ 9 പേരാണ് അറസ്റ്റിലായത്. അതുപോലെ തന്നെ ലോസ് ആഞ്ചലസിലെ കാട്ടുതീയെ സംബന്ധിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന വിഭാഗം വേറെയും. അത്തരക്കാരോട് ഒന്നേ പറയാനുള്ളൂ, നിരവധി പേരുടെ സ്വപ്നങ്ങളാണ് ഈ കാട്ടുതീ വിഴുങ്ങിയത്. ഒപ്പം നിന്നില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഒഴിവാക്കുക.